എന്താന്ന് വെച്ചാല് ഞാൻ ഗൂഗിൾ പേയില് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പോവാ. കുറെ ആളുകൾ സ്ക്രാച്ച് കാർഡ് ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേ കോടികളൊന്നും ഇല്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളൊക്കെ കോടികളും ലക്ഷങ്ങളും ഇല്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളൊക്കെ ഗൂഗിൾ പേ കൂടെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് സ്ക്രാച്ച് കാർഡ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഞാനും എങ്കിലും ഒരുപാട് സ്ക്രാച്ച് കാർഡ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊന്ന് ചുരണ്ടി നോക്കട്ടെ. എത്ര ലക്ഷങ്ങളാണോ ആയിരങ്ങളാണോ അതിന് എനിക്ക് എത്ര എമൗണ്ട് കിട്ടുന്നോ അത് ഫുള്ള് ഞാൻ തരും. ഷുവറാണ്. സ്പോട്ടിലാണ് യെസ്. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ചുരണ്ടിയല്ലേ? ഐശ്വനുള്ള ക്യാഷ് എത്ര കിട്ടും? ആദ്യത്തെ സ്ക്രാച്ച് കാർഡ് ചുരണ്ടാണ്. 1500 ബോണസ് ആണ് കേട്ടോ. ഫ്ലാറ്റ് എന്താ നിങ്ങൾക്ക് ഒരു പുടുത്ത് കിട്ടിയിട്ടില്ല. ഇനി അടുത്തത് അതെനിക്കറിയില്ല. 149 ഓട്ടിയോ എന്തെങ്കിലും ഒരു സംഭവം പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? നിങ്ങൾക്കൊന്നും പിടുത്തം കിട്ടിയില്ല. 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങി. ആക്സിസ് ബാങ്കിൽ പോയിട്ട് അഡ്വർടൈസ്മെന്റ് അല്ല, 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനാ പറഞ്ഞത്. 10% ക്യാഷ് ബാക്ക് കൊണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് സംഭവം സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനി അടുത്തത് 50% ഓഫർ റൈഡ് ഓൺ യുവർ ഫസ്റ്റ് 3 റൈഡ്. ഊബർ ബുക്ക് ചെയ്യുമ്പോൾ 50% ഓഫർ ഉണ്ട് കേട്ടോ. ഊബർ ബുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. ഇന്ത്യയില് ജിപേയില് ഓഫർ വന്ന് കിടക്കുന്നുണ്ട്. ഫ്ലാറ്റ് 13,800 ഓഫർ ഫ്ലാറ്റ് എടുക്കുമ്പോൾ 13,800 കേട്ടോ. അതുവഴി സ്വിഗ്ഗി ക്യാഷ് ബാക്ക് ഉണ്ട്. 10 രൂപ മുതൽ 100 രൂപ വരെ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ആയിരങ്ങളാണല്ലോ ഐശ്വര്യ സമ്പാദിക്കുന്നത്. ആയിരങ്ങള് ഭാഗ്യവതി തന്നെയാണ് കേട്ടോ. ഒരു കൺഗ്രാറ്റുലേഷൻ ക്രെഡിറ്റ് യുവർ അക്കൗണ്ട് ഒരു 5 റുപ്പീസിനോ അല്ലെങ്കിൽ 100 റുപ്പീസിനോ അല്ലെങ്കിൽ 1000 റുപ്പീസിനോ അല്ലെങ്കിൽ 10,000 റുപ്പീസിനോ 1 lakh റുപ്പീസിനോ ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. 2 കൂടി നമ്മൾ ചട്ടി നോക്കില്ലേ. 30K ബോണസ്. എന്തിനാണത്? 1 rupees ഓൺലി. ഈ സാധനം ടീ ബെറ്ററോ? ഞാൻ പറഞ്ഞത് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് അല്ലല്ലോ. ഈ സാധനം എടുക്കുകയാണെങ്കിൽ ഇത്ര റുപ്യ ക്യാഷ് ബാക്ക്. പക്ഷെ ഇതിന് ചിലർക്കൊക്കെ ക്യാഷ് കിട്ടണ്ടടാ. ഇതെങ്ങനെ? എനിക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്ക്രാച്ച് ഒരു ട്രിക്കും ഇല്ല. പക്ഷെ എനിക്ക് കിട്ടി. ഫ്ലാറ്റ് 20% ഓഫർ. ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ പറഞ്ഞോ 50%, 20%, 30% ഒക്കെ ക്യാഷ് ബാക്ക്. ഏത് ഫ്ലാറ്റാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഏതായാലും ആയിരങ്ങൾ സമ്പാദിക്കണ്ടേ. ഫ്ലാറ്റ് ഒക്കെ വാങ്ങുമ്പോൾ 30% ഒക്കെ ഓഫർ എന്ന് പറഞ്ഞാല് എന്താണ് ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. ഇതെന്താ? വയർലെസ് എയർബഡ്സ് വാങ്ങുകയാണെങ്കിൽ 6000 രൂപ എനിക്ക് ഓഫർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ജിപേയിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഗൈസ് ഒരുപാട് സ്ക്രാച്ച് കാർഡ് വന്ന് കിടന്നിട്ട് അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാതെ ഇതുപോലെ കുറെ ആഡുകൾ ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്ത ആളുകൾ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് ഇതൊക്കെ മേലതാ. ടോട്ടൽ റിവാർഡ് 167 റുപ്യ അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. കാര്യം അതെങ്ങനെ കിട്ടുമല്ലോ. ചിലത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ട്രൈ അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ട്രൈ അങ്ങനെ എന്തൊക്കെ മെസ്സേജ് വരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരും കൺഗ്രാറ്റുലേഷൻ 5 റുപ്പീസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ 1 റുപ്പീസ് ക്രെഡിറ്റ്. എങ്ങനെയൊക്കെയാണ് കിട്ടുക? അങ്ങനെ കിട്ടിയതാണ് ഇത് വരാനുള്ള ജിപേ. ഇത്രയും കാലം ഞാൻ ജിപേ 167 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഐശോ റമ്മി ഗെയിം കളിക്കണ്ടോ? റമ്മി കളിക്കുകയാണെങ്കിൽ 115% 100% മേലെ കിട്ടുന്നുണ്ടല്ലോ. ഇതെന്താ? അതെന്ത് ബോണസാ? 115% പറയുമ്പോ എന്താക്കാൻ വേണ്ടി? ഏതായാലും അത്യാവശ്യം 8-10 സ്ക്രാച്ച് കാർഡ് റമ്മിന്റെ അതായത് ആ റമ്മിക്ക് വേണ്ട അഡ്വർടൈസ്മെന്റ് ആണ്. പിന്നെ ആക്സിസ് ബാങ്കിന്റെ സ്വിഗ്ഗിന്റെ ആഡാണ്. പിന്നെ വയർലെസിന്റെ. അപ്പൊ ഗൈസ് നിങ്ങൾക്കും ഇങ്ങനെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗൂഗിൾ പേയിലെ ഈ സ്ക്രാച്ച് കാർഡിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലെ ഇനി ഇതിന് ക്യാഷ് കിട്ടിയവരുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ് നടത്തേണ്ടത്? അല്ലെ ഒരു ലക്കായിട്ട് വരുന്ന വീഡിയോ ആണല്ലോ. ഇതാണ് ഒരു പുതിയ ട്രിക്ക്. ട്രാൻസാക്ഷൻ നടത്തിയിട്ടാണെങ്കിൽ എനിക്ക് കിട്ടണം. കാരണം ഞാൻ ബാങ്ക് ആപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജിപേ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ ഒക്കെ ജിപേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അധികം ആളുകൾക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.